ഇനിയൊരു മുങ്ങിമരണം ഇല്ലാതിരിക്കട്ടെ എന്ന സന്ദേശവുമായി പെരിയാർ നീന്തിക്കടക്കാൻ സജ്ജരായി 23 പെൺകുട്ടികൾ. ഇരു കൈകാലുകളും കെട്ടിയിട്ടാണ് നീന്തൽ. ആലുവയിലെ നീന്തൽ പരിശീലകൻ സജീവ് വാളശ്ശേരിയുടെ റിവേഴ്സ് സ്വിമ്മിംഗ് ക്ലബ്ബ് അംഗങ്ങളാണ് ഇവർ. അവിടെ നിന്ന് നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകാൻ വേണ്ടി ജെവിൻ ടുട്ടു ആണ്. ടുട്ടു, എല്ലാം സെറ്റാണ്? 23 പേരും ചാടാൻ പോവാണോ? പിജി, ഒരു കാര്യം ഇതാ, ഇവിടെ പെരിയാർ ഇങ്ങനെ മഴയത്ത് കുത്തി ഒഴുകുകയാണ്. അവിടെയാണ് 23 ചുറുചുറുക്കുള്ള പെൺകുട്ടികൾ ഇപ്പോ ഏതാനും നിമിഷത്തിനകം വെറുതെയല്ല, കൈയും കാലും ഒക്കെ കൂട്ടി ബന്ധിച്ച് ഇപ്പോ ഈ പെരിയാറിലേക്ക് നീന്താനായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഇവർക്കൊപ്പം കരുത്തനായ ശ്രീ സജീവ് വാളശ്ശേരിയുമുണ്ട്, ഇവരുടെ പരിശീലകനാണ്. ഇവരെ കൈയും കാലും ഒക്കെ കൂട്ടി കെട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഫ്ലാഗ് ഓഫിന്റെ ഒരു കൃത്യം ഇതും കൂടെ ബാക്കിയുള്ളൂ. എന്തായാലും എല്ലാവരും വളരെ ഊർജത്തോടെ ആവേശത്തോടെ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ്. എല്ലാവരും സന്തോഷത്തോടെയാണ്. 23 പെൺകുട്ടികളാണ് ഇന്ന് ആലുവ പെരിയാറ് ക്രോസ് ചെയ്യുന്നത്. അത് 1 കിലോമീറ്ററാണ് നീളം. 1 കിലോമീറ്റർ നീളം, കൈയും കാലും പുറയിൽ ബന്ധിച്ച്, അത് ശരീരം മാത്രം ഇങ്ങനെ, തലയും ശരീരവും മാത്രം ഇങ്ങനെ വളച്ച് മാത്രമാണ് നീന്തുന്നത്. ശരീരവും തലയും ഇങ്ങനെ വളച്ച് മാത്രമാണ് നീന്തുന്നത്. ഇപ്പൊ തന്നെ കാണിച്ചു തരാം നീന്തല്. ഒരാളൊന്ന് എനിക്ക് കാണിക്കാം. അതിൽ നമുക്ക് ഇവിടെ ഏറ്റവും കുഞ്ഞിക്കുട്ടിയായിട്ടുള്ള ഒരാളുണ്ട്. പി ജി, ആളിതാ ഇപ്പൊ ഇറങ്ങാൻ പോവാണ്. നമുക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരും. കൈയും കാലും കെട്ടിയ സുമയ്യക്കുട്ടി. ഇങ്ങനെയാണ് ഈ പെരിയാർ 1 കിലോമീറ്റർ. ഇതിപ്പോ ഇനി ഇറങ്ങിയിരിക്കുന്നത് സുമയ്യക്കുട്ടിയാണ്. സുമയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞിയായിട്ടുള്ള കുട്ടി, ഏറ്റവും ചെറിയ കുട്ടി. 8 വയസ്സ് മാത്രമാണ് സുമയുടെ പ്രായം. കൈയും കാലും കെട്ടി ഇതുപോലെ 1 കിലോമീറ്റർ ഇവിടെ ഈ കടവിൽ നിന്ന് നീന്താൻ തുടങ്ങുകയാണ്. സുമയെ പോലെ എല്ലാ കുട്ടികളും ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. വലിയൊരു സന്ദേശവും കൂടി മുന്നിൽ നിർത്തിയാണ് ഈ ഒരു നീന്തൽ ഇത് തുടങ്ങിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ മുങ്ങിമരണത്തിന് നമ്മൾ എന്നും കേൾക്കുന്നതാണ്. മഴയായാലും വേനൽക്കാലമായാലും ഒക്കെ ഈ മുങ്ങിമരണത്തെ കുറിച്ച് കേൾക്കുന്നതാണ്. ആ മുങ്ങിമരണത്തെ ഒഴിവാക്കാനും ഇല്ലാതിരിക്കാനും ആരും മുങ്ങി മരിക്കരുത് എന്ന ഒരു സന്ദേശം, അല്ലെ? അതെ, ഒരാൾ പോലും മുങ്ങി മരിക്കരുത്. ആരും ഈ സുന്ദരമായ ജീവിതം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നമുക്ക് ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടതല്ല. വെറുതെ 1 മാസം 1 മണിക്കൂർ പേരൻസ് വിചാരിക്കണം, അച്ഛനും അമ്മയും വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ തീർച്ചയായിട്ടും നീന്തൽ പഠിപ്പിക്കാൻ കഴിയും. 1 മണിക്കൂർ 1 മാസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല നീന്തലുകാരാക്കി അവരെ പിന്നെ വെള്ളത്തിൽ മുങ്ങി മരിക്കാതെ ഇരിക്കാം. ആരും മുങ്ങി മരിക്കില്ല. നമുക്ക് കുട്ടികളുടെ അടുത്ത് ചോദിക്കാം. സുമയ്യ മോൾ ആണോ? അവിടെ നോക്കി, ക്യാമറ നോക്കി പറഞ്ഞേ. ആണ് വിറക്കുന്നുണ്ടോ? കുഴപ്പമില്ല. എല്ലാരും റെഡിയാണോ മക്കളെ? എല്ലാരും റെഡിയാണോ? ഒരു എല്ലാരും ക്യാമറ നോക്കി മക്കളെ പി ജി, എന്തോ എന്ന വിളിയിൽ തന്നെയുണ്ട് ഇവരുടെ ആവേശം. ഈ ആവേശം ഇനി അടുത്ത 1 കിലോമീറ്റർ ദൂരം നീന്തുമ്പോഴും ഉണ്ടാകും. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ റെഡിയാണ്. ഈ കുട്ടികളുടെയൊക്കെ രക്ഷിതാക്കള് ഇവരെ ഇതുപോലെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഇതാ ഇവിടെ വന്ന് കാത്തിരിക്കുന്നുണ്ട്. മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ സജ്ജമാണ്. ഒപ്പം മാഷും സജ്ജമാണ്. എന്റെ പേര് സജീവ് വാളശ്ശേരില്. കഴിഞ്ഞ 16 വർഷമായിട്ട് ആലുവ പെരിയാറില് കുട്ടികളോ മുതിർന്നവരോ മുങ്ങി മരിക്കാതിരിക്കാൻ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 5:30 വന്നു കഴിഞ്ഞാൽ ആർക്കും 16 ദിവസം കൊണ്ട് സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിച്ചിട്ട് പോവാം. നവംബർ 1 തുടങ്ങി മെയ് 31 വരെയാണ് ഇവിടെ ക്ലാസ്. 7 മാസം. 1 ദിവസം മാത്രമേ അവധിയുള്ളൂ, ശിവരാത്രിയുടെ പിറ്റേ ദിവസം. ബാക്കി ഏത് ദിവസം വന്നാലും സന്തോഷത്തോടെ 1 ദിവസം 1000 പേരെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അടുത്ത വർഷം അതിൽ കൂടുതൽ ആളുകളെ പഠിപ്പിക്കും. എന്തായാലും സജിയേട്ടനെ നമുക്ക് കുറെ ആയിട്ട് അറിയുന്നതാണ്. ഈ പെരിയാറിന്റെ കരയിൽ ഇങ്ങനെ ആരും മുങ്ങി മരിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരെയും നീന്തൽ പഠിപ്പിക്കാൻ മുന്നിലിട്ടിറങ്ങിയ ഏറ്റവും വലിയൊരു നീന്തൽ പരിശീലകൻ. സജിയേട്ടന്റെ നീന്തൽ കളരിയിൽ നിന്ന് കുറെ ആളുകൾ ഇതുപോലെ പരിശീലനം ലഭിച്ച് വലിയ നീന്തൽ താരങ്ങളായ ആളുകളുണ്ട്. എന്തായാലും അതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം ഇതുപോലെ പുഴയിൽ മുങ്ങി മരിക്കരുത്, എവിടെയും മുങ്ങി മരിക്കരുത്, മുങ്ങി മരണം പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പി ജി. ഇനിയിപ്പോ നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരുന്ന ഒരു ഫ്ലാഗ് ഓഫ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ, അല്ലെ? ഫ്ലാഗ് ഓഫിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഫ്ലാഗ് ഓഫും കൂടെ കഴിഞ്ഞാൽ ഇവരിപ്പം സജി സാറിന്റെ കൂട്ടത്തിൽ എല്ലാവരും ഇപ്പൊ ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ
പുഴയിൽ നീന്തി തുടങ്ങുന്നതായിരിക്കും. ഇവരുടെ കൂടെ നീന്താൻ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ഇവരുടെ കൂടെ തന്നെ നീന്തിയ ആളുകളുണ്ട്, നേരത്തെ തന്നെ നീന്തൽ തുടങ്ങിയ ആളുകളുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഫ്ലാഗ് ഓഫിലേക്ക് കിടക്കാം. ഇനി ഫ്ലാഗ് ഓഫിലേക്ക് കിടക്കാം. പെട്ടെന്ന് തന്നെ നീന്തൽ തുടങ്ങാം നമുക്ക്. അപ്പൊ നമ്മളിതാ ഫ്ലാഗ് ഓഫിലേക്ക് കിടക്കുകയാണ്. ഇനിയിപ്പോ പി ജി ഫ്ലാഗ് ഓഫ് എന്നൊരു ഇത് മാത്രമാണുള്ളത്. ഫ്ലാഗ് ഓഫിന് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇവിടെ ഫ്ലാഗ് ഓഫിനായിട്ട് എത്തിയിരിക്കുന്നത്. ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഈ പുഴയിലേക്ക്, പെരിയാറിലേക്ക് എടുത്തു ചാടി നീന്തി തുടങ്ങുന്നതായിരിക്കും. നേരത്തെ സുമയ്യക്കുട്ടി നമുക്ക് കാണിച്ചു തന്നു. ഇവിടെ 23 പേരുണ്ട്. അതിൽ മുതിർന്ന യുവതികളുമുണ്ട്. 31 വയസ്സുള്ള ആള് മുതൽ ഏറ്റവും ചെറിയ 8 വയസ്സുള്ള ആള് വരെ ഇപ്പോ ഈ നീന്തലിനായിട്ട് ഇറങ്ങുകയാണ്. നമുക്കിന്ന് പി ജി നമുക്ക് ഫ്ലാഗ് ഓഫിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു. എല്ലാവരും സജ്ജമായി കഴിഞ്ഞാൽ, ഫ്ലാഗ് ഓഫിന് സജ്ജമായി കഴിഞ്ഞാൽ നീന്തി തുടങ്ങാമെന്നാണ്. നീന്തൽ വെറുതെ അങ്ങ് പുഴയിലൂടെ നീന്തല്ല, ഇവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, കയ്യും കാലുമല്ല മനസ്സാണ് നീന്താൻ വേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കയ്യും കാലും ബന്ധിപ്പിച്ചുകൊണ്ട് ഈ നീന്തൽ തുടങ്ങുന്നതെന്നാണ് സജിമാഷ് പറയുന്നത്. കാരണം കയ്യും കാലും മാത്രം പോലെ മനസ്സ് വേണം, മനഃശക്തി വേണം, നീന്താൻ ഒരു താല്പര്യം വേണം. അത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. നീന്തൽ പരിശീലനം, നീന്തൽ പഠിക്കുക എന്നത് അതിന്റെ ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടുള്ള നീന്തലിലേക്കാണ് കടക്കുന്നത്. അവർക്ക് പരിശീലനം കൊണ്ട് മാറാവുന്നേ ഉള്ളൂ. പക്ഷേ പല പ്രേക്ഷകരും എന്നോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഞാനും ഒന്ന് ചോദിക്കുകയാണ്. നമ്മുടെ സജിയാശാരോടക്കം ചോദിക്കണം. അവിടെയുള്ള എല്ലാ രക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടല്ലോ അല്ലേ? റെസ്ക്യൂ ബോട്ടുകൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും. കുഞ്ഞുങ്ങളാണ്, കൈയും കാലും ബന്ധിച്ചാണ് ഇറങ്ങുന്നത്. മക്കളെ എല്ലാവർക്കും റെഡിയാണോ? ഉഷാറാണല്ലോ എല്ലാവരും. വരയ്ക്കുന്നുണ്ടോ? കുഴപ്പമില്ല, പഠിച്ചോ? പഠിച്ചോ? എല്ലാവരും ഉണ്ട്. എന്തായാലും ആരാണ് പറ, എന്താണ് റെഡിയായോ? സാറിനെ പറ്റി 2 വാക്ക്. എന്തായാലും ഇതാ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് ഫ്ലാഗ് ഓഫിലേക്ക് കടക്കാൻ തോന്നുന്നു. ഫ്ലാഗ് ഓഫ് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പുഴയിലേക്ക് ഇറങ്ങി നീന്തി തുടങ്ങും. ഒരാൾ കൂടെ ഉണ്ട്. 2 വാക്ക് പറയൂ. ഹലോ, എന്റെ പേര് കൃഷ്ണേന്ദു. അപ്പൊ ഇന്ന് ഇവിടെ ഞങ്ങൾ 23 പേർക്കും നിൽക്കാൻ പറ്റിയതിന് കാരണം സജി സാറും പിന്നെ ഞങ്ങളുടെ സീനിയേഴ്സിന്റെ ഒക്കെ സപ്പോർട്ടും കെയറിങ്ങും കാരണമാണ്. അതിൽ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതില്. ഇനി ബാക്കിയെല്ലാം 1 കിലോമീറ്റർ. പി ജി എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളില്ല. പുറത്ത് ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങളുണ്ട് അല്ലെ? സുരക്ഷയെ കുറിച്ച് ചോദിക്കണ്ട, ഒരു മിനിറ്റ്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാണ്. എല്ലാ സൗകര്യങ്ങളുള്ള ആംബുലൻസ്, നമുക്ക് ആംബുലൻസ് വന്ന് പിന്നെ ബോട്ടുകളുണ്ട്, ജങ്കാറ്, എല്ലാ സൗകര്യവും. പിന്നെ സീനിയേഴ്സ് എല്ലാം കൂടെയുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇറങ്ങാവുന്ന രീതിയിൽ എല്ലാം സെറ്റപ്പ് ആക്കി നിർത്തിയേക്കാണ്. സുരക്ഷയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. പി ജി, അതാണ്, സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. നമുക്ക് അവിടെ കാണാം ഇവരുടെ സീനിയേഴ്സായ നീന്തി പരിശീലിച്ച ആളുകളുണ്ട്. അവരൊക്കെ ഓരോ കയ്യിൽ ഓരോ ട്യൂബുമായിട്ട് നിൽക്കുകയാണ്. ഓരോ കുട്ടിയെയും ഇതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി തന്നെയാണ് വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നത്. അവരൊക്കെ സജ്ജമാണ്. അവരുടെയൊക്കെ ഒരു ആവേശവും പ്രോത്സാഹനവും ഒക്കെ ഈ കുട്ടികൾക്കുണ്ട് എന്നതാണ്. നമുക്ക് ഇനിയിപ്പോ ആദ്യ ബാച്ചിനെ ഇതാ പി ജി ഇവിടെ നിന്ന് വെള്ളത്തിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ്. അതിന് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊന്ന് ഫ്ലാഗ് ഓഫ് ചെയ്താൽ മാത്രം മതി. അവിടെ കണ്ടോ, നമുക്ക് കാണാം. അങ്ങ് അവിടേക്ക് കാണിച്ചാൽ അറിയാം. അവിടെ ഇതാ ട്യൂബുമായിട്ട് ഇവരുടെ കൂടെ നീന്താനും ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഏറ്റവും മുന്നിലുള്ളത് ഇവരുടെ സീനിയേഴ്സായ, നേരത്തെ തന്നെ വാളശ്ശേരി നീന്തൽ ക്ലബിൽ പരിശീലനം തുടങ്ങിയ ആളുകളാണ്. അതിനൊപ്പം മറ്റ് സജ്ജീകരണങ്ങളുണ്ട്. ഇവിടെ ബോട്ടുകളുണ്ട്, ചങ്ങാടമുണ്ട്. ഇതൊക്കെ ഒരുക്കിയിട്ടാണ് കുട്ടികളെ വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്നത്. പെരിയാറ് പതിവ് പോലെയല്ല പി ജി, അതുകൂടെ പറയട്ടെ. നല്ല മഴയുണ്ട്. മഴയ്ക്കൊപ്പം പെരിയാറ് നിറഞ്ഞൊഴുകുന്നുമുണ്ട്. ഈ നിറഞ്ഞൊഴുകുന്ന പെരിയാറിലാണ് എല്ലാ മനക്കരുത്തോടും കൂടി ഈ കുട്ടികൾ ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് അതെ, അവിടെയൊക്കെ സജ്ജമാണ്. ഇത് ആദ്യ ബാച്ച് കുട്ടികളെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പുഴയില്, പെരിയാറിലേക്ക്, നദിയിലേക്ക് ഇറക്കി വിടും എന്നത്. ഫ്ലാഗ് ഓഫിലേക്ക് കടക്കുകയാണ് പി ജി. നമുക്ക് ആ നിമിഷം കൂടി ഒന്ന് കാത്തിരുന്ന് കാണാം. ഫ്ലാഗ് ഓഫിലേക്ക് കടക്കുന്നു. ഒരിക്കൽ കൂടി ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഫ്ലാഗ് ഓഫ് ചെയ്യാനുണ്ട്. അപ്പൊ ഇത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഫ്ലാഗ് ഓഫിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് CB പ്രതീഷ്, അദ്ദേഹം പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് അദ്ദേഹത്തെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന മീഡിയ ടീംസിനെയും പ്രത്യേകം സ്വാഗതം ചെയ്യാണ്. ഒപ്പം നമ്മൾക്ക് ഇന്ന് ഇവിടെ
ആംബുലൻസ് സൗജന്യമായിട്ട് ചെയ്തു തന്നിരിക്കുന്നത് മെഡിക്കൽ ട്രസ്റ്റ് ടീമാണ്. അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ്. ഇനിയിപ്പോ ഫ്ലാഗ് ഓഫ് കൂടെയാണ് ബാക്കിയുള്ളത്. കുട്ടികൾ വെള്ളത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കടവ് വരെ നീന്തും എന്നതാണ്. അധികം വെള്ളത്തിൽ നിർത്തി അവരെ തണുപ്പിക്കാതെ ഫ്ലാഗ് ഓഫ് ചെയ്യാം. വലിയ ലക്ഷ്യത്തോടു കൂടി, വലിയ ആത്മധൈര്യത്തോടു കൂടി ഇവരിപ്പോ ഇറങ്ങുകയാണ്. 23 കുട്ടികളെ ഇതുപോലെ ഓരോ പടവിലായിട്ട് കൈ കാലുകൾ ബന്ധിപ്പിച്ച് ഇരിക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ ഉടൻ തന്നെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങും. നമുക്കിവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവരെ സംസാരിക്കുന്നത്. നമുക്ക് സ്കൂബ ടീമാണ് വന്നേക്കുന്നത്. നമുക്ക് പി ജി ഒരു കാര്യം കൂടെ കാണിക്കാം. ഇവിടെയുള്ള സ്കൂബ സംഘം, അതായത് പെരിയാറില് മറ്റ് ഇതൊക്കെ വളശ്ശേരി ക്ലബിന്റെ തന്നെ ആളുകളുണ്ട്. ഒപ്പം ഇവിടെയുള്ള സ്കൂബ സംഘമാണ് ഈ വഞ്ചിയിൽ ഇപ്പോൾ ദൂരെ നിൽക്കുന്നത്. അതായത് എവിടെയും വേറെ ഒരു പ്രശ്നവുമില്ല. മുങ്ങിത്താണാൽ സ്കൂബ സംഘം കൈപിടിച്ചുയർത്തും. അതിനൊപ്പം തന്നെ വളശ്ശേരി ക്ലബിലെ സീനിയേഴ്സ് ആയ ആളുകളുണ്ട്. കഴിഞ്ഞ 16 വർഷമായി ഇനിയിപ്പം ഈ ആളുകൾ വരേണ്ട ഒരു സമയം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ബഹുമാനനായ സജി വളാശ്ശേരിയുടെ ഒരു ചരിത്ര ദൗത്യം നമ്മളെല്ലാവരും ഇന്ന് സാക്ഷിയാകുന്നു. വളരെ ഒരു പ്രയാസങ്ങളുമില്ലാതെ വളരെ ആവേശകരമായി ഈ 23 പെൺകുട്ടികൾക്കും അവരുടെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുമാനായ സജി വളാശ്ശേരിക്ക് ഈ നാടിന് വേണ്ടിയിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇനിയൊരു മുങ്ങിമരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന ആപ്തവാക്യം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നു. നമുക്കെല്ലാവർക്കും ആവേശകരമായി ഈ ദൗത്യത്തിന് സാക്ഷിയാകാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഇതിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. അപ്പൊ പി ജി ഇതാ ഫ്ലാഗ് ഓഫ് ആണ്. കുട്ടികളൊക്കെ ഇതാ ആത്മധൈര്യത്തോടെ പുഴയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഫ്ലാഗ് ഓഫിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ മുന്നില് സജിമാഷുണ്ട്, മുന്നിൽ ആശാനുണ്ട്, കൂട്ടത്തിൽ കുട്ടികളുണ്ട്. നീന്തലിനുള്ള ചേരും ചിലര്. അപ്പൊ അപ്പുറത്ത് നമുക്ക് നോട്ടക്കാര് അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് കയാക്കിങ് കിടപ്പുണ്ട്. ആ കയാക്കിങ്ങിന്റെ സൈഡ് ചേർന്ന് വരരുത്, അധികം സൈഡ് ചേർന്ന് വരരുത്. ആദ്യ ബാച്ചിന് വിടാൻ പോണു കേട്ടോ, ആദ്യ ബാച്ചിന് വിടാൻ പോണു. അപ്പൊ ആദ്യ ബാച്ചിലെ ഇതാ 5, 1, 2, 3, 4 പേര് ഇതാ നീന്തി തുടങ്ങിയിരിക്കുന്നു പി ജി. അങ്ങനെ ആദ്യ ബാച്ച് കുട്ടികൾ ഇതാ എല്ലാ ആവേശത്തോടെ എല്ലാവർക്കും ഒന്ന് കൈയടിച്ച് പാസ്സാക്കി എല്ലാവരും നീന്തി കൈകാലുകൾ ബന്ധിച്ച് 23 പെൺകുട്ടികൾ പെരിയാറിലൂടെ നീന്തി തുടങ്ങിയിരിക്കുകയാണ്. അതിൽ ആദ്യ ബാച്ച് ഇപ്പോൾ നീന്താൻ തുടങ്ങിയിരിക്കുന്നു. പെരിയാറിൽ കുത്തിയൊലിക്കുന്ന പെരിയാറിൽ ആത്മധൈര്യത്തോടെ മുങ്ങൽ മരണങ്ങൾ ഒഴിവാക്കുക എന്ന സന്ദേശമുയർത്തി ഇതാ പെൺകുട്ടികൾ 8 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾ പെൺകുട്ടികൾ ഇതാ നീന്തി തുടങ്ങിയിരിക്കുകയാണ്. ഇനിയുമുണ്ട് ഓരോ ബാച്ചായിട്ട് പിറകെ. അവർക്ക് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും മേൽനോട്ടവും ഒരുക്കി അവർക്ക് ചേർന്ന് തന്നെ ഇവരുടെ മുതിർന്ന നീന്തൽ പരിശീലകരും വളാശ്ശേരി ിലുള്ള അംഗങ്ങളുമൊക്കെ നീന്തുന്നുണ്ട്. പെരിയാർ അങ്ങനെ നമുക്ക് വിഷ്വൽസ് തന്നെ കാണാൻ പറ്റും. അത്ര കുത്തിയൊലിച്ചു പോവുകയാണ്. പക്ഷേ ഒട്ടും ധൈര്യച്ചോർച്ചയില്ലാതെ എല്ലാവരും വലിയ ആത്മധൈര്യത്തോടു കൂടി തന്നെയാണ് ഈ പെരിയാറിലൂടെ ഇങ്ങനെ നീന്തുന്നത്. ഇനി ഇത് അടുത്ത ബാച്ച് കൂടി പുഴയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നല്ലൊരു കയ്യടിയോട് കൂടി അടുത്ത ബാച്ച് കൂടി. ഇനിയുള്ള ബാച്ചിലാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനി അതിനൊപ്പം ഇതാ അടുത്ത ബാച്ചും പി ജി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ഒരു സംഘം മുന്നിൽ നീന്തി പോയിട്ടുണ്ട്. അവര് പിന്നാലെ ഇതാ പിറകെ വേറെ അടുത്ത ബാച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനി നമുക്കൊപ്പം നീന്താനുള്ളത് കുറച്ച് പേര് കൂടി ഉണ്ട്. അടുത്ത ബാച്ച് കൂടി ഇറങ്ങിയിരിക്കുകയാണ് പി ജി. നമുക്ക് ഇനിയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആള് 2 പേരുള്ളത്. ഈ നീന്തൽ ക്ലബിലെ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ 2 പേര്. ഇവരല്ലേ ഏറ്റവും പ്രായം കുറഞ്ഞ 2 പേര്? ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. റെഡി? സുമയ റെഡിയാണ്. അപ്പൊ ഇതാ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും കുഞ്ഞിക്കുട്ടികളെ കൂടി സജി വളശ്ശേരിയുടെ നിർദ്ദേശത്തിൽ ഈ കുട്ടികൾ എല്ലാവരും കൂടെ ഇതാ
വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തുകയാണ്. 8ഉം 9ഉം ഒക്കെ വയസ്സുള്ള കുട്ടികളാണ്. ഓക്കെ അല്ലേ? ഇനി നീന്തിക്കോ. റെഡി ആണെന്ന് വേണം പറയാ. അങ്ങനെ 3 പേര് കൂടി എല്ലാവരും ഇപ്പൊ പുഴയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. 23 പേരും ഇപ്പോ ഇതാ വെള്ളത്തില് നീന്തി തുടങ്ങി. കൂട്ടത്തിൽ എല്ലാവർക്കും ഒപ്പം ഇതാ സജി വാളശ്ശേരിയും നീന്തുന്നു. ഇനിയുള്ള 1 കിലോമീറ്റർ ആണ് ഇവർ നീന്തുന്നത്. ആദ്യം ബാച്ചൊക്കെ അങ്ങ് അകലെ എത്തിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു പി ജി. അത്ര ദൂരത്തേക്കാണ്. നമുക്കിനി ഇവര് നീന്തുന്നത് അടുത്ത കടവിൽ പോയിട്ട് വേണം എടുക്കാൻ എന്നാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പ്രേക്ഷകർ ഈ ദൃശ്യങ്ങൾ കണ്ടു. അവർക്ക് ആദ്യം തോന്നിയത് ആശങ്കയാണ്, ആധിയാണ്, കുഞ്ഞുങ്ങളാണ്, കൈയും കാലും കെട്ടി അങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കണം എന്നുള്ളതാണ്. പക്ഷേ അവിടെ സ്കൂബ ഡൈവേഴ്സ് ഉണ്ട്, അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ലൈഫ് ജാക്കറ്റുകളുണ്ട്, ട്യൂബുകളുണ്ട്, കനോയികളും ഒക്കെ ഇവർക്ക് ചുറ്റിനുമുണ്ട്. നല്ല പരിശീലനം സിദ്ധിച്ച കുട്ടികളാണ്. മാഷൊപ്പമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആശങ്കയുടെ അടിസ്ഥാനമില്ല. ഇതൊരു സന്ദേശത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. വളാശ്ശേരി സ്പോർട്സ് ക്ലബ്ബ്, നീന്തൽ ക്ലബ്ബ് വേണ്ട അനുമതിയും അംഗീകാരങ്ങളും ഒക്കെ എടുത്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കുഞ്ഞുങ്ങൾ 1 കിലോമീറ്റർ നീന്തി ഫിനിഷ് ചെയ്യുമ്പോൾ കാണിക്കണേ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ടുട്ടു വേഗം അവരുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകണം. ഈ 23 പേരും ഒരു സന്ദേശം നൽകാൻ വേണ്ടി സാഹസികമായി കുത്തൊഴുക്കുള്ള പെരിയാറിലിറങ്ങി നീന്തി അവർ കരയ്ക്ക് കയറുന്നതിന്റെ ആശ്വാസ കാഴ്ച കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. ഇടവേള കഴിഞ്ഞ് നമുക്ക് തലക്കെട്ടുമായി തിരിച്ചെത്താം. വേഗം ഇവരുടെ നീന്തൽ നമ്മൾ ഇടയ്ക്ക് കണ്ടു. ആദ്യത്തെ സംഘം ഫിനിഷ് ചെയ്ത് 1 കിലോമീറ്റർ പൂർത്തിയാക്കി കരയിലേക്ക് കയറുകയാണ്. ജെവിൻ ടുട്ടു വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ടുട്ടു, ആവേശകരമായി പൂർത്തിയാക്കി കുട്ടികൾ ഫിനിഷ് ചെയ്തല്ലേ? പി ജി, അതെ. എല്ലാ ആവേശത്തോടും കൂടിയും എല്ലാ ധൈര്യത്തോടും കൂടിയും കുട്ടികൾ ഇതാ 1 കിലോമീറ്റർ നീന്തി അടുത്ത കടവിൽ കയറിയിരിക്കുകയാണ്. ഒരാശങ്കയുമില്ല. ഇപ്പോഴും ഇവരുടെ ആവേശം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇനിയും വേണമെങ്കിൽ 1 കിലോമീറ്റർ കൂടെ നീന്താന്നാണ് ഈ കുട്ടികളൊക്കെ പറയുന്നത്. ഈ കരയിൽ ഇതാ ജനപ്രതിനിധികളൊക്കെ കുട്ടികളെ മാലയിട്ട് സ്വീകരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അവസാനത്തെ ബാച്ചും ഇതാ അവിടെ കയറിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കുറച്ച് മുൻപ് കുട്ടികളെ അവിടെ നിന്ന് നീന്താൻ തുടങ്ങിയപ്പോൾ കണ്ടതാണ്. സുമയൊക്കെ അടക്കമുള്ള 8 വയസ്സുകാരി സുമയ അടക്കമുള്ള എല്ലാവരും ഇപ്പോഴിതാ കരയിലേക്ക് കയറിയിരിക്കുകയാണ്. നമുക്കും ഈ 1 കിലോമീറ്റർ ഈ പുറത്തൊക്കെ പറയുകയാണെങ്കിലും അകത്തൊരു ചെറിയ ഉൾക്കിടലവും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഒന്നും അടിസ്ഥാനമില്ല. എല്ലാവരും വലിയ ആവേശത്തിൽ ആശാന്റെ കൂടെ നീന്തി, ആശാന്റെ ഒപ്പം നീന്തി, കൂട്ടത്തിലുള്ള നീന്തൽ പരിശീലകർക്ക് ഒപ്പം നീന്തി ഇപ്പോൾ ഇതാ ഇവിടെ കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ നീന്താൻ തുടങ്ങിയപ്പോൾ ഞാൻ കാണിച്ചു തന്ന ഒരാളാണ്. മോളെ ഒന്ന് എണീച്ച് ചെയ്ത് അവിടെ നോക്കിയേ ക്യാമറയിൽ. ഇത് കണ്ടോ, ഇതാണ് പി ജി ഏറ്റവും ചെറിയ നീന്തൽ താരം. 1 കിലോമീറ്റർ ആണ് നീന്തിയിരിക്കുന്നത് കയ്യും കാലും വന്നിച്ച്. സോയ, ഇനി 1 കിലോമീറ്റർ നീന്തുവോ? അത്ര ആവേശത്തിലാണോ? അതെ, കുഴപ്പമൊന്നുമില്ല. സുമയ്ക്ക് വേണേ ഒരു കയ്യടി കൊടുക്കാം. ചേച്ചി, എല്ലാവരും ഉണ്ട് അവിടെ, മക്കളൊക്കെ ഉണ്ട്. എല്ലാവരും 1 കിലോമീറ്റർ നീന്തി. എവിടെ ഊർജത്തോടെയാണ് നീന്തുന്നത്. യോഗർക്ക് മുഴുവൻ കൊടുക്കാനാണ്. കേരളത്തിലെങ്കിലും ഒരാൾ പോലും മുങ്ങി മരിക്കരുത്. അതാണ് എന്റെ ജീവിതം. ഇവരെ കൂടെ ആശാനും ഇവിടെ നീന്തി എത്തിയിരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. മക്കളെ, ഇനി 1 കിലോമീറ്റർ കൂടെ നീന്തുവോ? പ്രശ്നമില്ല. ആവേശത്തിലാണ്. എല്ലാത്തിനും ആശാന്റെ സപ്പോർട്ടും ഉണ്ട് അല്ലേ? എന്തെങ്കിലും പ്രശ്നം കാലൊക്കെ കെട്ടിയിട്ട് എങ്ങനെയാണ് കെട്ടി തല മാത്രം അങ്ങനെയാണ് കൈകാലം കെട്ടിയിലും ഒക്കെ നീന്തൽ പഠിക്കുക എന്നുള്ളതാണ്. അതാണ് പി ജി, നീന്തൽ പഠിക്കുക എന്നുള്ളതാണ്. കയ്യും കാലും അല്ല, മനസ്സാണ് നീന്താൻ വേണ്ടതെന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറയുകയാണ്. ഇവിടെ മാഷും കുട്ടികളും ഒക്കെ അങ്ങനെ കരയിൽ നീന്തി എത്തിയിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഇതാ മാലയൊക്കെ, ഇവിടെ നേരത്തെ ജനപ്രതിനിധികളൊക്കെ ഇവിടെ മാലയൊക്കെ വെച്ച് കാത്തിരിക്കുകയാണ് ഈ കുട്ടികളെ വരവേൽക്കാനായിട്ട്. സന്തോഷായോ? നല്ല സന്തോഷമുണ്ട്. നീന്തി കിടക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. കളിക്കാനേ പുറത്തുനിന്ന് ആൾക്കാർ കണ്ടപ്പോ ഭയങ്കര ചങ്കിടിപ്പ്. അങ്ങനെയല്ല, സിമ്പിൾ ആയിരുന്നു. പെട്ടെന്ന് നീന്താൻ പറ്റിയ മാഷെ, പുറത്തുള്ള ആൾക്കാർ ടിവിയിലൊക്കെ കേട്ടപ്പോ ഭയങ്കര ചങ്കിടിപ്പായിരുന്നു. ഈ സമയത്ത് ഇത് വേണോന്നൊക്കെ ചോദിച്ച ആൾക്കാർ വരെ ഉണ്ട്. ഇത് ഇങ്ങനെ നീന്തി കാണിച്ചത് മറ്റുള്ളവരെ മുഴുവൻ നീന്തൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും മുങ്ങി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാവരും നീന്തി കാണിച്ചു. കുട്ടികൾ പറഞ്ഞ ഇനി 1 കിലോമീറ്റർ നീന്താൻ തയ്യാറാണ്. ഇനിയും കുട്ടികൾ 1 കിലോമീറ്റർ അല്ല, ഇതുപോലെ 4 പ്രാവശ്യം കൊണ്ട് വേണമെങ്കിൽ കുട്ടികൾ നീന്താൻ തയ്യാറാണ് ഈ കുട്ടികളെല്ലാവരും. വിജി, ഇവിടെ നിന്നാൽ ചിലപ്പോ നമുക്ക് പോലും നീന്താൻ ഒരു ആവേശം വരും. അത്രയ്ക്ക് ആവേശമാണ് ഈ കുട്ടികൾക്ക്. പക്ഷെ ഇത് കാണുമ്പോൾ അല്പം പേടിയുണ്ട്. അറിയാത്ത പണിക്ക് എന്തായാലും പോകണ്ട.
സാറ് പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് ഞാൻ എന്തായാലും നീന്തുന്നില്ല. ഇവരുടെ ആവേശം ഉണ്ടെങ്കിലും ധൈര്യം ഒട്ടും ഇല്ല എന്നതാണ്. ഇവിടെ ഇനിയിപ്പോ ഇവർക്ക് മാലയിട്ടുള്ള സ്വീകരണമുണ്ട്, ആളുകളുണ്ട്. ഇനി ഇവരെ കൂടെ പരിശീലിച്ചാല്, എന്നോട് മാഷ് പറഞ്ഞത് മാഷിന്റെ കൂടെ കുറച്ചു കാലം പരിശീലിച്ച ആ പെരിയാറ് ഇങ്ങനെ നീന്താം, കുറുകെ നീന്താം, എങ്ങനെ വേണമെങ്കിൽ നീന്താം, അത്രയ്ക്ക് ധൈര്യം കിട്ടുമെന്നാണ്. ആ ധൈര്യം ഇങ്ങനെ എല്ലാ പ്രായത്തിലും ഉണ്ട് എന്നതാണ്. ഈ കുട്ടികൾ മാത്രമല്ല, ഇവിടെ മുതിർന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ കൂടെ കണ്ടാൽ മനസ്സിലാവും ഇവരൊക്കെ മാഷിന്റെ കൂടെ നീന്തി പഠിച്ച് വളർന്ന ആൾക്കാരാണ്. നമുക്ക് രാജേഷ് ചേട്ടനെ കാണിച്ച രാജേഷേട്ടാ, അവിടെ രാജേഷ് ചേട്ടൻ, ഈ രാജേഷ് ചേട്ടന് നീന്താൻ, അതായത് രാജേഷ് ചേട്ടന് ചില രതീഷ് ചേട്ടൻ താരമാണ്. അതെ 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 2.5 വയസ്സിൽ പോളിയോ ബാധിച്ച് അരക്ക് താഴത്തോട്ട് തളർന്ന ആളാണ് രതീഷ്. ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരിയില് അങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. രതീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ആളാണ്. രതീഷ് ചേട്ടനൊക്കെ ഈ നീന്തൽ ക്ലബിലുള്ള വലിയ താരങ്ങളാണ്. രതീഷ് ചേട്ടനൊക്കെ ഇങ്ങനെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഒന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികൾക്കൊപ്പം വലിയ ആവേശത്തിൽ വന്നിരിക്കുന്നത് എന്നതാണ്. മെയില് വേമ്പനാട്ടുകായലിൽ നീന്തി കിടന്ന ആളാണ്. മെയില് അങ്ങനെ കുറെ റെക്കോർഡുകളുണ്ട്. വേമ്പനാട്ടുകായൽ നീന്തി കിടന്ന രതീഷ് ചേട്ടൻ. രതീഷ് ചേട്ടൻ നമുക്ക് അടുത്തേക്ക് വരെ രക്ഷയുള്ളൂ. രതീഷ് ചേട്ടാ, ഇപ്പൊ കുട്ടികൾക്കാണോ രതീഷ് ചേട്ടനാണോ ആവേശം കൂടുതൽ? ഞാൻ കുട്ടികളുടെ പോവാ. കാരണം ഈ കുഞ്ഞു പ്രായത്തിൽ ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റിയല്ലോ. നമുക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, നീന്തലറിയാത്ത കാരണത്തിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതിനുവേണ്ടിയാണ് സജീഷ് വളാശ്ശേരി സാറ് കഴിഞ്ഞ 16 വർഷമായിട്ട് ഇതിനു വേണ്ടി മാത്രം. കുട്ടികൾ ആവേശം കണ്ടപ്പോ ഇറങ്ങി നീന്താൻ തോന്നിയില്ലേ? ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഞങ്ങൾ വന്ന് നീന്തുന്നതാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. കുട്ടികൾക്ക് ഗെയിം ആയിട്ട് എടുത്തേക്കോ കുട്ടികള്. ഈ പ്രായത്തിൽ കുട്ടികൾ ഇത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. സജി സാറിന്റെ കീഴിൽ വന്നത് പഠിച്ചതിന് ശേഷം കുട്ടികൾ പോലെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് കിട്ടിയ ആവേശമാണ്. അതാണ് PG. ശരി ടുട്ടു, എന്തായാലും ആദ്യം ആശങ്കയായിരുന്നെങ്കിൽ ഇപ്പൊ ആശ്വാസമാണ്. ആശങ്കയും ആശ്വാസവും കടന്ന് നല്ല ഒന്നാന്തരം ഒരു സന്ദേശമാണത്. അപ്പൊ കൊച്ചവോ പൗലോ അയ്യപ്പ കുയിലോയെക്കാട്ടിലും നല്ല ആവേശമുള്ള ആശാന്റെ നേതൃത്വത്തിൽ 23 പെൺകുട്ടികൾ കൈകാലം ബന്ധിച്ച് ഈ കുത്തൊഴുക്കിലിറങ്ങി നീന്തി കാണിച്ചു തന്നത് ഒറ്റക്കാര്യത്തിന് വേണ്ടി മാത്രമാണ്. നീന്തൽ പഠിക്കുക, പരിശീലിക്കുക. വെള്ളത്തിൽ നമുക്ക് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ അത് വളരെ അനിവാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 88% പേരുടെയെങ്കിലും ജീവൻ വെള്ളത്തിൽ വീണാൽ നീന്തൽ അറിയാമെങ്കിൽ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. പലരും ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ കൈയും കാലും കെട്ടണമായിരുന്നു, കുത്തൊഴുക്കുള്ള സമയത്ത് തന്നെ വേണമായിരുന്നു, പ്രളയജലം ഉള്ളപ്പോൾ തന്നെ വേണമായിരുന്നു, അടിയൊഴുക്കുള്ളപ്പോൾ തന്നെ വേണമായിരുന്നു എന്നൊക്കെ ആ കുഞ്ഞുങ്ങളും അവരുടെ രക്ഷിതാക്കളും അവിടുത്തെ ലോക്കൽ അതോറിറ്റീസ് അടക്കമുള്ളവർ അറിവും സമ്മതവും അംഗീകാരവും ഒക്കെ കൊടുത്ത പരിശീലനത്തിന് ശേഷം നൽകിയ സന്ദേശമാണ്. അത്രമാത്രം തീഷ്ണമായി ഈ സന്ദേശം നൽകുന്നതിന്റെ ഉദ്ദേശം മാത്രം നമ്മൾ എടുക്കുക. തൽക്കാലം കഴിവതും നീന്തൽ പരിശീലിക്കുക. വെള്ളത്തെ ഭയന്നു മാറി നിൽക്കുകയല്ല, വെള്ളത്തെ ഇഷ്ടപ്പെടുക, വെള്ളത്തിൽ ഇറങ്ങുക, വെള്ളവുമായി സമരസപ്പെടുക. അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പറയാണ്.